ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം നമ്മൾ ഇന്ന് നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു കവുങ്ങിൻ പാളയാണ്. കണ്ടോ, കവുങ്ങിൻ്റെ പാള നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാളയെ നമ്മൾ ഇതുപോലെ ആദ്യം ഇതുപോലെ ഒന്ന് കണ്ടോ കട്ട് ചെയ്ത് വെക്കണം. അതായത് കൂടുതൽ വീതിയിൽ വേണ്ട, നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിലൊക്കെ വരുന്ന രീതിയിൽ ചെറുതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാളയെ മുഴുവനായി നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കവുങ്ങിൻ പട്ടയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു കവുങ്ങിൻ പട്ടയുടെ ഈ ഒരു എൻഡ് വശമില്ലേ, നമുക്ക് അതായത് ഈ ഒരു തണ്ടിന് കട്ടി കുറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉണ്ടോ, ഈ ഒരു പീസിനെ നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. അതായത് നമുക്കപ്പോൾ മടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അല്പം കട്ടി കുറവുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു വശമില്ലേ, ഇവിടെ നിന്ന് ഈ ഒരു പാള വരുന്ന ആ ഒരു ഭാഗത്തുള്ള പീസിനെ ഇതുപോലെ ഈ ഒരു ഇഴകളെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കേട്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു 2 പീസും കണ്ടോ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഈ ഒരു എൻഡ് വശം വരുന്ന ഭാഗത്തെ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മടക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കട്ടി കുറവായിരിക്കും. അതിനാണ് നമുക്ക് ഈ ഒരു പീസ് കൂടുതൽ നമ്മൾ ഇഴകൾ കൂട്ടിയെടുത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പിടിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇതുപോലെ പിടിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ കനം നമുക്ക് ഇതുപോലെ കൂട്ടിയെടുക്കാവുന്നതാണ്. ആ ഒരു പീസുകൾ വെച്ച് നമുക്കതിൻ്റെ കനം കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ ഇവിടെ നമുക്ക് ഈ ഒരു കവുങ്ങിൻ പാള കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസിലെ ഈ ഒരു പീസിനെ ഇവിടെ നമുക്ക് ആ ഒരു ഭാഗത്തിന് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് പിരിച്ച് ഇതുപോലെ പിടിക്കുക. കണ്ടോ, ഇതിനെ ഇതുപോലെ അവിടെ പതിച്ച് വെക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ പിടിക്കുക. അതായത് ആദ്യത്തെ ഭാഗത്ത് നമ്മളൊന്ന് നല്ലവണ്ണം ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു അതിൻ്റെ എൻഡ് വശം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം കേട്ടോ, രണ്ടാമത്തെ പീസ് കൊണ്ട് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതേ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 2 ഭാഗത്തെ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കേട്ടോ, ഇവിടെ നമുക്ക് കൂടുതൽ അകലം കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ഇഞ്ചൊക്കെ അകലം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെയും നല്ലവണ്ണം ഇതുപോലെ ഒന്ന് പിരിച്ച് കേട്ടോ, ഈ ഒരു ഭാഗം എൻ്റെ വശം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് നല്ല ടെമ്പറായിട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഭാഗത്തിൻ്റെ ആ ഒരു എൻഡ് വശം നമുക്ക് രണ്ടാമത്തെ കെട്ടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് അവിടെ നിൽക്കും. ഇനി നമുക്കിതുപോലെ ഓരോന്നും നമുക്കിതുപോലെ കെട്ടിയെടുക്കണം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. നമുക്കത് പിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കതായത് നമ്മൾ സാധാരണ കെട്ടുന്നതിനേക്കാൾ ഉറപ്പോടുകൂടി നമുക്കത് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് വശമില്ലേ, നമുക്ക് ആ ഒരു ഭാഗം, അതായത് നമുക്ക് ആ ഒരു പിരിച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗവും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്കിതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ അകലത്തിൽ വിട്ടുകൊണ്ട് ഇതുപോലെ കെട്ടിയെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് കെട്ടുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. കാരണം നമുക്കിത് റൗണ്ടിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് ആദ്യം മുതൽ തന്നെ ഒരു 1-2 കെട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിതുപോലെ ഒന്ന് ചെറുതായൊന്ന് വളച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് റൗണ്ടിൽ കണ്ടോ ഇതുപോലെ പിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് റൗണ്ടിൽ നമുക്ക് കെട്ടിയെടുക്കണം. ഇതുപോലെ കെട്ടിയെടുത്തു കണ്ടോ, പതിച്ച് വെച്ചതുണ്ട് നമ്മൾ. അപ്പോൾ റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിത് നല്ലൊരു റൗണ്ടിൽ കിട്ടുന്നുണ്ട് കണ്ടോ. അതുപോലെ നമുക്കിതൊന്ന് റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കൂടുതൽ വരുന്ന ഈ ഒരു എൻഡ് വശത്ത് കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിനൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് പിടിക്കും കണ്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള റൗണ്ടിൽ നിങ്ങൾക്കിത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കുക കണ്ടോ. നമുക്കിത് ആദ്യം തന്നെ നമുക്കിത് റൗണ്ട് ചെയ്തെടുത്ത് കെട്ടിട്ട് കൊടുത്ത് നമുക്ക് മടഞ്ഞെടുക്കാം. എന്നാൽ നമുക്ക് അതിനേക്കാൾ നമുക്ക് നല്ല ടൈറ്റോടുകൂടി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗവും നമ്മൾ ആദ്യത്തെ ഭാഗത്തൊക്കെ ചെയ്തതുപോലെ തന്നെ
നമുക്കിതുപോലെ പിരിച്ച് നമുക്കത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്തുള്ള ആ ഒരു 2 ഭാഗത്ത് വരുന്ന പീസുകളൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് വെച്ച് നമുക്കിതുപോലെ റൗണ്ടിൽ കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്കൊന്ന് അല്പം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചുള്ള ആ ഒരു ഭാഗമില്ലേ കേട്ടോ, അത് നമുക്ക് ആ ഒരു ഭാഗത്തെ നമുക്ക് അടുത്ത കെട്ടിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ എൻഡ് വശവും നമുക്കൊന്ന് കറക്റ്റ് പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് വശം നമ്മൾ ആദ്യം മടഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും. അപ്പോൾ നമുക്കത് 2-3 കെട്ടുകളുടെ ഉള്ളിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 2-3 കെട്ടുകളുടെ ഉള്ളിൽ കൂടി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ബാക്കി ഭാഗം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ. അപ്പോൾ നമുക്കത് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിത് നല്ല റൗണ്ടിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത, അതായത് നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്ന നല്ലൊരു തെരിയായിട്ട് നമുക്കിത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരമാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.